അപ്പൊ എന്താ ഇതിനെപ്പറ്റി പറയാൻ പ്രതീക്ഷ? ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഏറ്റവും കൂടുതൽ ചെയ്യപ്പെടുന്നത് ലാല് തടി കൂടിയ ഇവിടെ പ്രശ്നമാണ്. തടി കുറഞ്ഞാൽ പ്രശ്നമാണ്, മൊട്ടയടിച്ച പ്രശ്നം. മൊട്ടയടിച്ചാ പ്രശ്നമാണ്. അതിന് വേറൊന്നല്ല, ലാലിനെ അത്രയധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് ആൾക്കാർക്ക് കൺസേൺ. അല്ലാതെ വേറൊന്നല്ല. അല്ല അങ്ങനെയല്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, മോഹൻലാലിനെ അത്രയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ലാലിന് ഇതിന് തടി കൂടി എല്ലാവരും കൺസേൺ ആവും. അപ്പോൾ ലാലിന്റെ ഓരോ പ്രവൃത്തിയും ജനം വന്നിട്ടുള്ളത് ഇഷ്ടപ്പെടുന്നത് കൊണ്ട് എന്തുകൊണ്ടോ ലാലിന് ഇത്ര വർഷം വന്നിട്ടുള്ളതിനകത്ത് ഇപ്പൊ രജനീകാന്ത് ഭയങ്കര ആരാണ്, വിജയ് ഭയങ്കരമായിട്ട് ജനം ഇഷ്ടപ്പെടുന്നുണ്ട്. അത് ചിലർക്ക് കിട്ടുന്ന ഭാഗ്യമാണ്. അത് നമ്മൾ അതിനകത്തൊന്നും അല്ല, നമ്മൾ അതിനെ കണ്ട് അത്ഭുതപ്പെട്ട് കണ്ടിരിക്കുക എന്നുള്ളതാണ്, അതിൽ സന്തോഷിക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മൾ ചെയ്യുന്നത്. അത് ചിലർക്ക് കിട്ടുന്നത്, എല്ലാവർക്കും അങ്ങനെ കിട്ടുമല്ലോ. അപ്പൊ അത് അവർക്ക് ചിലർക്ക് ദൈവം അങ്ങനെ കൊടുക്കുന്ന സിദ്ധികളാണ്. എമ്പുരാൻ ഇറങ്ങുമ്പോൾ ലോകോത്തര സിനിമകളുടെ നിലവാരത്തിലാണ് ഇറങ്ങുന്നത്. കണ്ടിരുന്നില്ല ട്രെയിലറെല്ലാം. പൃഥ്വിരാജിനെ പറ്റി എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. കാരണം പൃഥ്വിരാജ് നന്നായിട്ട് കാര്യങ്ങൾ പഠിച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പൃഥ്വിരാജ് സാധാരണ മനുഷ്യനല്ല. കാരണം പൃഥ്വിരാജിന്റെ പ്രിപ്പറേഷൻ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതലാണ്. കാരണം ഈ പൃഥ്വിരാജ് ഡയറക്റ്റ് ചെയ്യാനായിട്ടുള്ള തീരുമാനം മനസ്സിലുറച്ച സമയത്ത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എൻ്റെ ഒബ്സർവേഷൻ ഞാൻ കാണുന്നത് അന്ന് തുടങ്ങിയതിന് ശേഷം പിന്നീട് ഒരുപാട് വർഷങ്ങളോളം പുള്ളി ഇൻഡയറക്റ്റായിട്ട് പുള്ളി അഭിനയിച്ച പടങ്ങളിലെല്ലാം പുള്ളി ഇൻവോൾവ് ചെയ്യാൻ എല്ലാ സ്ക്രിപ്റ്റും ഫുള്ളായിട്ട് പഠിച്ചു, അതിന് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും നൽകി, അതിൻ്റെ കൂടെ വന്ന് പുള്ളി അതിൻ്റെ തെറ്റും വരായികളെ എല്ലാത്തിനെയും കണ്ടു, അതിലെല്ലാ കാര്യങ്ങളെയും പുള്ളി കൂടുതൽ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടാണ് പുള്ളി എല്ലാ പടവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗുണം കിട്ടിയെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഡയറക്റ്റ് ചെയ്യാൻ നേരത്ത് അത് പുതുമയായിട്ട് പോയില്ല. ഫസ്റ്റ് പടം ചെയ്യണം. കാരണം അത്രയും വർഷങ്ങളോളം മറ്റേ എന്ന് തന്നെ മൊയ്തീൻ കിട്ടിയില്ല. അതിലൊക്കെ പുള്ളിയുടെ നല്ല ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു. ശരിക്കും നല്ല ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇൻവോൾവ്മെന്റ് അദ്ദേഹത്തിൻ്റെ എല്ലാ പടങ്ങളിലും ഉണ്ടായിരുന്നു. അത് ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഞാൻ മനസ്സിലാക്കിയാണ്. എനിക്ക് എത്രത്തോളം ശരിയാണെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അങ്ങനെ ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന് നല്ലൊരു പ്രാക്ടീസായിരുന്നു.